ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ചെമ്പകമംഗലമാണ്. സാവിത്രിക്ക് ഇനി പണമൊന്നും ആവശ്യമില്ലെന്ന് കേൾക്കുമ്പോൾ മീനാക്ഷിയെ വിളിച്ചുകൊണ്ട് രാജലക്ഷ്മിയമ്മ അപ്പുറത്തേക്ക് പോകുന്നു. ഇതെന്റെ മകളുടെയും മരുമകന്റെയും അടവാണെന്നൊക്കെ മീനാക്ഷിയോട് രാജലക്ഷ്മിയമ്മ പറയുമ്പോൾ ഇതെല്ലാം കേട്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് സാവിത്രി. നേരം രാത്രിയാകുന്നു. പിന്നീട് കാണിക്കുന്നത് വൈശാഖ് മൈഥിലിയെ കാണാനായി ചെമ്പകമംഗലത്ത് എത്തിയിരിക്കുന്നതാണ്. അങ്ങനെ ഏറെ നേരം കഴിഞ്ഞ് മൈഥിലി പുറത്തേക്കിറങ്ങി ചെല്ലുന്നു. എത്രയും പെട്ടെന്ന് ആ വാൾ അവിടെ നിന്ന് പൊക്കണമെന്നും അതിനു പകരം മറ്റൊരു ചെമ്പിന്റെ വാള് നമുക്കവിടെ തിരികെ വെക്കണമെന്നുമൊക്കെ വൈശാഖ് പറയുമ്പോൾ നിലവറയുടെ താക്കോൽ എവിടെയാണെന്ന് പോലും എനിക്ക് ഇത്ര നാളായിട്ടും അറിയില്ല. പിന്നെ എങ്ങനെ ഇതൊക്കെ സാധിക്കുമെന്ന് മൈഥിലി ചോദിക്കുന്നു. എന്റെ മൈഥിലി, ഇതിനൊക്കെ വേണ്ടിയല്ലേ ഞാൻ നിന്നെ ഇങ്ങോട്ടേക്ക് അയച്ചത്? എന്നിട്ട് നിനക്ക് നാണമില്ലേ ഇതൊക്കെ പറയാനായിട്ട്? നീ ഇവിടെ മറ്റു പലതിനുമാണല്ലോ വന്നിരിക്കുന്നത്. പിന്നെ മറ്റൊന്നുകൂടി നീ ഓർക്കണം, ഇന്ദ്രജിയും ഇതിലൊക്കെ ഒരു പങ്കാളിയാണെന്ന്. എത്രയും പെട്ടെന്ന് താക്കോൽ കണ്ടുപിടിക്കാൻ നോക്കെന്ന് പറഞ്ഞ് വൈശാഖ് ദേഷ്യത്തോടെ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ മൈഥിലി അകത്തേക്ക് പോകുമ്പോഴാണ് ഇതെല്ലാം കണ്ടുകൊണ്ട് അവിടെ നിന്നിരുന്ന മാലതി മൈഥിലിയെ കൈകൊട്ടി വിളിക്കുന്നത്. മാലതിയെ കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് മൈഥിലി. അത് കുഞ്ഞമ്മായി എന്താ ഇവിടെയെന്ന് മൈഥിലി ചോദിക്കുമ്പോ ചുമ്മാ കാറ്റുകൊള്ളാൻ ഇറങ്ങിയതാണെന്ന് മാലതി പറയുന്നു. ആ, ഞാനും കാറ്റുകൊള്ളാൻ ഇറങ്ങിയതായിരുന്നെന്ന് മാലതി പറയുന്നു. വൈശാഖ കാറ്റേ, അത് കുഞ്ഞമ്മായി വൈശാഖിനെ കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ വൈശാഖിനെ കാണുകയും ചെയ്തു, നിങ്ങളൊക്കെ പറഞ്ഞത് കേൾക്കുകയും ചെയ്തെന്ന് മാലതി പറയുന്നു. കുഞ്ഞമ്മായി ദേവി ഇതൊന്നും ഇവിടെ ആരോടും പറയരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മൈഥിലി മാലതിയുടെ കാല് പിടിക്കാൻ ഒരുങ്ങുമ്പോൾ മാലതി പറയുകയാണ്, ശരി, ഞാൻ ആരോടും പറയുന്നില്ല. പക്ഷേ ആ വാളിന്റെ ഷെയർ ഉണ്ടല്ലോ, അത് മൂന്നാക്കണം. അതിന്റെ ഒരു പങ്ക് എനിക്ക് കൂടി കിട്ടണം. എന്റെ കുഞ്ഞമ്മായി, അതിന് ആ നിലവറയുടെ താക്കോൽ എവിടെയാണെന്ന് പോലും എനിക്കറിയില്ലെന്ന് മൈഥിലി പറയുമ്പോൾ താക്കോലൊക്കെ എവിടെയുള്ളതെന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തരാമെന്നും പറഞ്ഞുകൊണ്ട് അതൊക്കെ മീനാക്ഷിയുടെ മുറിയിലായിരിക്കുന്നതെന്നും അവിടെ പോയി തിരഞ്ഞാൽ സാധനം കിട്ടുമെന്നും മാലതി പറയുന്നു. ഇത് കേൾക്കുന്ന മൈഥിലി അകത്തേക്ക് പോവുകയാണ്. അതേസമയം കുഞ്ഞിനെ താരാട്ടുപാടി ഉറക്കുകയായിരുന്നു മീനാക്ഷി. ഇത് കാണുന്ന മൈഥിലി പറയുകയാണ്, എന്താണെങ്കിലും അതുറങ്ങാൻ കുറച്ചു നേരം പിടിക്കും, അവളുടെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ. ആ സമയത്തെ എനിക്കെന്താണെങ്കിലും ആ താക്കോല് തപ്പാൻ പറ്റുകയുള്ളല്ലോ. അത്രയും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് ചെന്ന് മീനാക്ഷിയുടെ മുറിയിൽ താക്കോല് തപ്പുകയാണ് മൈഥിലി. അപ്പോഴാണ് മൈഥിലിയുടെ ടോപ്പ് മാലതി ശ്രദ്ധിക്കുന്നത്. ഇത് നല്ല ഭംഗിയുണ്ടല്ലോ, ഇത് ഇട്ടിട്ട് ഇവിടെ നിൽക്കാമെന്ന് പറഞ്ഞ് മൈഥിലി ആ ഉടുപ്പെടുത്തിടുകയാണ്. അതേസമയം അങ്ങോട്ടേക്ക് രാജലക്ഷ്മിയമ്മ പറയുന്നു, മോളെ മീനാക്ഷി, കുഞ്ഞ് ഇതുവരെ ഉറങ്ങിയില്ലേ എന്ന് രാജലക്ഷ്മിയമ്മ ചോദിക്കുമ്പോൾ ഇത് കേട്ട് ഞെട്ടലോടെ തിരിഞ്ഞു നിൽക്കുകയാണ് മൈഥിലി. എന്റെ ദൈവമേ, ഇവരെങ്ങാനും എന്നെ കണ്ടാൽ അതോടെ തീർന്നെന്ന് മൈഥിലി മനസ്സിൽ പറയുന്നു. ഇനിയിപ്പോ എന്തു ചെയ്യും, രണ്ടും കൽപ്പിച്ച് 18ാമത്തെ അടവ് തന്നെ എടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് മീനാക്ഷിയുടെ ശബ്ദം അനുകരിക്കുകയാണ് മൈഥിലി. കുഞ്ഞ് അപ്പുറത്തെ മുറിയില് മൈഥിലിയുടെ ഒപ്പമാണെന്ന് മീനാക്ഷി പറയുമ്പോൾ അവളുടെ കൂടെ ഒന്നും കുഞ്ഞിനെ കിടത്തണ്ടെന്ന് രാജലക്ഷ്മി അമ്മ ദേഷ്യത്തോടെ പറയുന്നു. അങ്ങനെ രാജലക്ഷ്മി അമ്മ അവിടെ നിന്ന് പോകുമ്പോൾ രക്ഷപ്പെട്ടെന്ന് പറഞ്ഞു നിൽക്കുകയാണ് മൈഥിലി. അവൾ എവിടെയാകും താക്കോല് കൊണ്ട് വെച്ചിട്ടുണ്ടാവുക എന്ന് പറഞ്ഞുകൊണ്ട് മൈഥിലി വീണ്ടും അവിടേക്ക് താക്കോല് തിരയുകയാണ്. അതേസമയം കാർത്തി മുറിയിലേക്ക് ചെല്ലുന്നു. എന്റെ മീനാക്ഷി, നിന്നെ ഞാനിന്ന് പറ്റിക്കുമെന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് കാർത്തി മീനാക്ഷിയാണെന്ന് കരുതി മൈഥിലിയെ പിന്നിൽ നിന്നും കെട്ടിപ്പിടിക്കുകയാണ്. ആദ്യമൊന്ന് ഞെട്ടലോടെ നിൽക്കുന്ന മൈഥിലി കാർത്തിയാണെന്ന് മനസ്സിലാക്കുമ്പോൾ സന്തോഷത്തോടെ നിൽക്കുന്നു. ഇതെനിക്ക് കിട്ടിയ ഗോൾഡൻ ചാൻസാ, ഇത് പരമാവധി ഞാൻ മുതലെടുക്കുമെന്ന് മൈഥിലി മനസ്സിൽ പറയുന്നു. അതേസമയം പുറത്തേക്ക് ചെല്ലുന്ന രാജലക്ഷ്മി അമ്മ മീനാക്ഷിയും കുഞ്ഞിനെയും കൂടെ കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ്. നീയല്ലേ അല്പം മുമ്പ് കാർത്തിയുടെ മുറിയിലുണ്ടായിരുന്നതെന്ന് രാജലക്ഷ്മി അമ്മ ചോദിക്കുമ്പോൾ ഞാൻ കുറേ നേരമായി ഇവിടെ തന്നെയാണെന്ന് മീനാക്ഷി പറയുന്നു. നീ ഒന്ന് വന്നേ, എന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് രാജലക്ഷ്മി അമ്മ മീനാക്ഷിയും കൂട്ടിക്കൊണ്ട് മുറിയിലേക്ക് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് മുറിയിലുണ്ടായിരുന്ന മൈഥിലി തിരിഞ്ഞു നിന്ന് കാർത്തിയെ കെട്ടിപ്പിടിക്കുന്നതാണ്. മൈഥിലിയെ കാണുന്ന കാർത്തി അറപ്പോടെ മൈഥിലിയെ മാറ്റി നിർത്തുന്നു. എന്തിനാ കാർത്തി എന്നോട് ഈ ദേഷ്യമൊക്കെ കാണിക്കുന്നത്? ഞാൻ കാർത്തിയുടെ ഭാര്യയല്ലായിരുന്നോ എന്നൊക്കെ മൈഥിലി പറയുമ്പോൾ മര്യാദയ്ക്ക് മുറിയിൽ നിന്ന് ഇറങ്ങിയില്ലേ നിന്നെ പിടിച്ച് ഞാൻ പുറത്താക്കുമെന്ന് കാർത്തി ദേഷ്യത്തോടെ പറയുന്നു. താൻ അത്രയ്ക്കായോ? ചെമ്പകമംഗലത്തെ എല്ലാവരെയും ഞാൻ തന്റെ തനി നിറം അറിയിക്കും. മീനാക്ഷി പോലെ ഒരു ഭാര്യ ഉണ്ടായിട്ടും താൻ എന്നെ കടന്നു പിടിച്ചില്ലേ എന്നൊക്കെ ചോദിച്ച് കാർത്തിക്ക് നേരെ തട്ടിക്കയറുകയാണ് മൈഥിലി. ഇതെല്ലാം കേട്ട് ഞെട്ടലോടെ നിൽക്കുന്ന കാർത്തിയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.